ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിന്റെ ശക്തി ഇരിക്കുന്നത് നിന്റെ കഴിവിലല്ല, മറിച്ച് നിന്റെ ആശ്രയത്തിലാണ്, ദൈവത്തിലുള്ള ആശ്രയത്തിലാണ്. പറഞ്ഞുകൊടു. നിന്റെ കഴിവിലല്ല. ചിലരിങ്ങനെ വലിയ കഴിവ്, കുടുംബ പാരമ്പര്യം, ഇവിടെ ഇരിപ്പുണ്ട് ചിലർ, വലിയ കുടുംബ പാരമ്പര്യം അല്ലേ. എന്ത് കാര്യം? ഒരു കാര്യമില്ല. കുടുംബ പാരമ്പര്യമുണ്ട്, കുടുംബത്തിൽ ചിലരൊക്കെ വലിയ വലിയ ആളുകളാണ്, നമുക്കും മോശമില്ലാത്ത വലിയ വലിയ കഴിവുകളുണ്ട്, കൊള്ളാം. പക്ഷേ ഇതിലൊന്നുമല്ല കാര്യം, ഇതിലൊന്നുമല്ല കാര്യം. കാരണം എന്നറിയോ? കാറ്റടിച്ചാൽ പോകാവുന്നതേ ഉള്ളൂ ഇത്. ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇത്. എന്നാൽ കാറ്റടിച്ചാലും നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നിന്റെ വേരുകൾ അത്രമേൽ ശക്തമാണെങ്കിൽ നിന്നെ ആർക്കും വീഴ്ത്താൻ പറ്റില്ല. പറ ആമേൻ, ആമേൻ, ആമേൻ. ഇത് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുകയാണ്. നിങ്ങൾ ആരാണെന്നുള്ളത് പല കാര്യങ്ങളും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് നമ്മൾ വിശ്വസിച്ചോണം. ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഈ വചനം അങ്ങ് സ്വീകരിക്കുകയാണ്. കർത്താവേ, ഇതാണ് എൻ്റെ ബലം, ഇതാണ് എൻ്റെ ബലം. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ പോട്ട ആശ്രമം എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രത്യേകതയാണ്? ഈ ശുശ്രൂഷ കേന്ദ്രത്തിൽ നടക്കുന്നത് വേര് പാകുന്ന ശുശ്രൂഷയാണ്. ഈ വേര് ആഴത്തിൽ പാകുന്ന ശുശ്രൂഷയാണ്. 365 ദിവസവും ഈ മണ്ണിൽ നിന്ന് ഉയരുന്നത് വചനമാകുന്ന വിത്താണ്, വചനമാകുന്ന വിത്ത്. അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ ഈ വേര് പാകണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തിലാണ് വേര് പാകേണ്ടെന്നറിയോ? വചനത്തിലാണ് നീ വേര് പാകേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനത്തിൽ വേര് പാകിയാൽ നിന്നെ ആർക്കും എളുപ്പത്തിൽ വീഴ്ത്താൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ വേര് പാകണം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവമകൻ്റെ, ദൈവമകളുടെ അടിസ്ഥാനം എന്നുള്ളത് അവൻ വേര് പാകണം. അപ്പം ചോദ്യം, എന്തിലാണ് ഞാൻ വേര് പാകേണ്ടത്? നീ വേര് പാകേണ്ടത് വചനത്തിൽ വേര് പാകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു വേര് വളരുന്നത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ഇല്ല. അത് താഴേക്ക് വളരെ സാവധാനമാണ് ആ വേര് വളരുന്നത്, അല്ലേ? മില്ലിമീറ്ററേ വളരുന്നുണ്ടാവുള്ളൂ, പക്ഷേ അത് വളരുന്നുണ്ട്. താഴേക്ക് സാവധാനം വളരും. പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഗ്രോത്ത് കാണത്തില്ല, അത് പുറത്താണ്. ഈ വേര് വളരുന്നത് വളരെ സ്ലോ ആണ്, വളരെ വളരെ സാവധാനമാണ്, പക്ഷേ അതിങ്ങനെ വളരും. ഹല്ലേലൂയാ. ഈ പോട്ട ആശ്രമ ശുശ്രൂഷയിൽ ഇവിടെ ഇരിക്കുന്നവർ, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, സാവധാനത്തിൽ നമ്മുടെ വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പുറമേ നോക്കുമ്പോഴത്തേക്ക് അത് ശക്തമായിട്ടൊന്നും കാണാൻ പറ്റണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പുറമേ കാണുന്നത് നമ്മൾ ഇച്ചിരി ആയിരിക്കും, പക്ഷേ അതിനേക്കാൾ വലുതായിട്ട് അതിൻ്റെ ആഴത്തട്ടിൽ വളരുന്നുണ്ട്. അങ്ങനെ ഉള്ളതേ പിടിച്ചു നിൽക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ ശുശ്രൂഷകരെയൊക്കെ കാണുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് നമ്മൾ അനേക ശുശ്രൂഷകരെ പരിചയമുള്ളവരെ, പ്രത്യേകിച്ച് പോട്ട ആശ്രമത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. അതായത് ലോകത്തെമ്പാടുമുള്ള നമ്മുടെ ശുശ്രൂഷകരെയൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പല ദിവസങ്ങളായി കാണുന്നവരാണ്. ഇതുപോലെ ഭാഗ്യപ്പെട്ട ഒരു ജനത വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അനുദിന ശുശ്രൂഷയ്ക്ക്, അല്ലേ, പ്രിയപ്പെട്ട ബിനോയ് ചക്കാനിക്കുന്നേൽ അച്ഛൻ എല്ലാ ദിവസവും ശുശ്രൂഷകരെ, അച്ഛന് കിട്ടാവുന്ന പരിചയത്തിലുള്ള ശുശ്രൂഷകരെല്ലാം ഈ മണ്ണിൽ എത്തിക്കും. എന്തിനെത്തിക്കണമെന്നറിയോ? അത്രയും വലിയൊരു കൃപ ഈ മണ്ണിൽ നിറയപ്പെടാൻ. പല പല ധ്യാന കേന്ദ്രങ്ങളിലെ പല പല ശുശ്രൂഷകളായിട്ടുള്ള പലരെയും, അൽമായരെയും വൈദികരെയും ഒക്കെ അച്ഛൻ ഈ അൾത്താരയിൽ എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ഈ ശുശ്രൂഷകരിലൂടെ ഈ മണ്ണിൽ അത്രയും റൂട്ട്, ആ വേര് പാകപ്പെടാൻ വേണ്ടി അവരുടെ വലിയ കൃപ സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയാ. ഇനി ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഈ കാണുന്ന പല ശുശ്രൂഷകരും, നമ്മൾ കാണുന്നത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഈ ശുശ്രൂഷകരുടെയൊക്കെ ഉള്ളിൽ ഇതിനേക്കാൾ വലിയ ഒരു സമ്പത്ത് പോലെ വചനത്തിൻ്റെ വേരുള്ളത് കൊണ്ടാണ് അവരൊരു ശുശ്രൂഷ നയിക്കുന്നത്.
പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നിങ്ങൾ ഒരു പക്ഷേ ഐസ് മലകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഐസ് മലകൾ അല്ലേ? ഐസ് മലകൾ. ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയ കപ്പൽ തകർന്നത് ഈ മഞ്ഞുമലയിൽ ഇടിച്ചാണ്, ഈ ഐസ് മലയിൽ ഇടിച്ചാണ്. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ഭാഗം അല്ലേ, 10 മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി മുഴുവൻ ഇരിക്കുന്നത് അതിൻ്റെ അടിത്തട്ടിലാണ്. പ്രൈസ് ദി ലോർഡ്. വെള്ളത്തിന് മുകളിൽ കാണുന്നത് 1% മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഇരിക്കുന്നത് എവിടെയാ? അതിൻ്റെ അടിത്തട്ടിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് പോലെ ശുശ്രൂഷകരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ശുശ്രൂഷകർ, വൈദികരാവട്ടെ ആത്മായ ശുശ്രൂഷകരാവട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. നമ്മുടെ മുമ്പിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ശുശ്രൂഷ ചെയ്യുന്ന ഈ ശുശ്രൂഷകരുടെ ജീവിതത്തിൻ്റെ റൂട്ട്, അത് മണിക്കൂറുകൾ ദീപികാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നമ്മൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ പങ്കെടുക്കുന്നൊരു ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ റൂട്ട് ഉള്ളത് കൊണ്ടാണ് ആ ശുശ്രൂഷ അവിടെ നടത്തപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ ഈ പറയുന്നതിൻ്റെ ഗൗരവം പിടികിട്ടുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്, പുറമേ നമ്മുടെ വലിയ ഫാസ്റ്റായിട്ടുള്ള ഒരു ഗ്രോത്ത് കണ്ടില്ലെങ്കിലും വചനം ഇത് നമ്മൾ റൂട്ടായിട്ട് സ്വീകരിക്കുമ്പോൾ ഇതിങ്ങനെ സാവധാനം ഈ വചനം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ വചനം വളർന്നു കഴിഞ്ഞാൽ നിന്റെ മേൽ കാറ്റടിക്കാം, ചില പ്രശ്നങ്ങൾ വരും, പക്ഷെ നീ വീണ് പോകത്തില്ല, നീ സ്ട്രോങ് ആയിട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിൽ വേരൂന്നിയാൽ ഒരു കാറ്റിനും നിന്നെ വീഴ്ത്താൻ പറ്റില്ല. പറഞ്ഞേ, വചനത്തിൽ വേരൂന്നിയാൽ ഒരു കാറ്റിനും നിന്നെ വീഴ്ത്താൻ പറ്റില്ല. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്താലോ, മുഖത്ത് നോക്കി നന്നായിട്ടൊന്ന് ചിരിച്ചോണ്ട് പറഞ്ഞേ, വചനത്തിൽ വേരൂന്നിയാൽ ഒരു കാറ്റിനും നിന്നെ വീഴ്ത്താൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ വേരൂന്നിയാൽ ഒരു കാറ്റിന് നിന്നെ വീഴ്ത്താൻ പറ്റില്ലെന്ന്. അങ്ങനെ ജീവിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന പേരാണ് അനുഗ്രഹീതർ. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം. എന്താ വചനം പറഞ്ഞേ? അറിയാവുന്നവർ പറഞ്ഞേ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 3. വെളിപാട് പുസ്തകം 1:3 പറ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഹല്ലേലൂയ. കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞാലോ. കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഇല്ലാത്തവർ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. മടിയന്മാരും മടിച്ചുകളായി പോകും അല്ലെങ്കിൽ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഒച്ചത്തിലൊന്ന് ഏറ്റു പറയാം. പറഞ്ഞോ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ധ്യാനിക്കുന്നവരും അനുഗ്രഹീതർ. അനുഗ്രഹീതർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ പറഞ്ഞേ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ധ്യാനിക്കുന്നവരും അനുഗ്രഹീതർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവര് കേൾക്കുന്നവര് ഇത് ധ്യാനിക്കുന്നവര് ഇത് പാലിക്കുന്നവര് അനുഗ്രഹീതരാണ്. ശ്രദ്ധിപ്പറ. ഹല്ലേലൂയ. അതാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ കൃപയാണ്. ശ്രദ്ധിപ്പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ആദ്യമായിട്ട് അച്ചടി ഭാഷ പുരണ്ടത് പുസ്തകം ഏതാ? ബൈബിൾ. ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകമാണ് ഈ ബൈബിൾ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളിലേക്ക് തർജിമ ചെയ്യപ്പെട്ട പുസ്തകം ഏതാ? ഒച്ചത്തിപ്പറ, ഒച്ചത്തിപ്പറ. ബൈബിളാന്ന്. 60 എഴുത്തുകാര്. എത്ര എഴുത്തുകാര്? 60 എഴുത്തുകാര്. 1500 വർഷങ്ങൾ. എത്ര വർഷം? 1500 വർഷങ്ങൾ. 4 ഭൂഖണ്ഡങ്ങൾ. 4 ഭൂഖണ്ഡങ്ങൾ. എത്ര പുസ്തകം? എത്ര പുസ്തകം? 73 പുസ്തകം. 73 പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഏതൊരു പുസ്തകം വായിച്ചാലും കുറേ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കിട്ടും. ഏത് പുസ്തകം വായിച്ചാലും കുറേ ആശയങ്ങൾ കിട്ടും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ ആ വ്യക്തിയിൽ ആശയമല്ല നിറയുന്നത്, മറിച്ച് ഒരു വ്യക്തിയാണ് നിറയുന്നത്. ആര്? യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിറയുന്നത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറ. ഹല്ലേലൂയ,
ഹല്ലേലൂയാ. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. 73 പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ഉൽപ്പത്തിയിൽ നീ ആരംഭിക്കുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും പുതിയ നിയമത്തിൽ ഉത്തരം കിട്ടുന്നു. യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്കാണ് ഈ വചനം മുഴുവൻ എത്തിച്ചേരുന്നത്. ഇതുപോലത്തെ ഒരു ശുശ്രൂഷ അനുഭവം നമ്മുടെ കയ്യിലുണ്ടോ? ഹല്ലേലൂയാ. ഇതാണ് നമ്മുടെ വേര് പാകേണ്ടത്. വചനത്തിൽ വേര് പാകിയാൽ നിന്റെ ജീവിതത്തിൽ നിനക്കെന്നും അനുഗ്രഹമുണ്ടായിരിക്കും. ശ്രദ്ധി പറ ഹല്ലേലൂയാ. വചനത്തിൽ വേര് പാകിയാൽ നിനക്കെന്നും അനുഗ്രഹമുണ്ടായിരിക്കും. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സങ്കീർത്തനം 119 ഒന്ന് തുറന്നേ. സങ്കീർത്തനം 119 അതിൻ്റെ 162 തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 119 119 അതിൻ്റെ 162 തിരുവചനം. 162 119ന്റെ 162 നല്ല വചനമാ, വായിച്ചോ. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. കണ്ടോ, സങ്കീർത്തകനായ ദാവീദ് പറയുക, വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ്, വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ, വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ കൊള്ള മുതൽ കിട്ടിയതുപോലെ, വലിയൊരു സമ്പത്ത് കിട്ടിയതുപോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. വേര് വചനത്തിലാണ് കിടക്കുന്നത്. കാറ്റ് വീശിയാൽ നീ വീഴത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തെ ഒരു ഗൾഫ് രാജ്യത്ത് ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന, നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജെയിംസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത് ഈ ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരൻ്റെ സഹോദരന്മാർക്കൊക്കെ നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ജോലിയുണ്ട്. പക്ഷെ ഇദ്ദേഹം വിദേശത്ത് ഗൾഫ് രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ നല്ല ശമ്പളത്തിലൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു. വലിയൊരു ഭാരമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പോട്ട ആശ്രമത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്ന പ്രിയപ്പെട്ട പാപ്പച്ചൻ പള്ളത്ത് എന്ന് പറയുന്ന ബ്രദർ വർഷങ്ങളായിട്ട് ശുശ്രൂഷ മേഖലയിലുള്ള ശുശ്രൂഷകനാണ്, നമുക്കറിയാം. ഇദ്ദേഹം ഗൾഫിലെ ആ രാജ്യത്ത് ഇന്ന് ഈ പ്രദേശത്ത് അവർക്ക് വേണ്ടിയിട്ട് വചനം പങ്കുവയ്ക്കുകയാണ്. വചനം മുഴുവൻ ഈ പറഞ്ഞ ജെയിംസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേൾക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അതിശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. എന്ന് മാത്രമല്ല, ആ സമയത്ത് കാസറ്റിൽ ഈ പാപ്പച്ചൻ പള്ളത്ത് എന്ന് പറയുന്ന ബ്രദറിൻ്റെ പ്രസംഗങ്ങൾ 12 കാസറ്റ് നിറയെ 12 കാസറ്റുകളാണ്. ഇന്നിപ്പോൾ കാസറ്റ് മാറി, CD മാറി, പലതരത്തിലുള്ള ഫോർമാറ്റുകളായി മാറി. ഒരു പക്ഷേ ന്യൂജൻ കുട്ടികൾക്ക് കാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണമെന്ന് തന്നെ ഇല്ല. കാസറ്റ് ഉപയോഗിക്കുന്നവർ തന്നെ കുറഞ്ഞു. പക്ഷേ പാപ്പച്ചൻ പള്ളത്ത് എന്ന് പറയുന്ന ഈ ബ്രദർ ഗൾഫ് രാജ്യത്ത് ചെന്ന് പ്രസംഗിച്ച 12 വിഷയങ്ങൾ, ദൈവസ്നേഹം, പാപം, പശ്ചാത്താപം, ക്ഷമ, ഇങ്ങനെ തുടങ്ങിയ 12 വിഷയങ്ങൾ ഈ ജെയിംസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവൻ ഈ വചനം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു. അങ്ങനെ ഈ 12 കാസറ്റ് ഈ പാപ്പച്ചൻ പള്ളത്ത് ബ്രദറിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇവൻ്റെ മുറിയിലിട്ട് ഇവനിങ്ങനെ പലതവണയായിട്ട് കേൾക്കുകയാണ്. കേൾക്കുന്ന വചനം മുഴുവൻ ഈ ജെയിംസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇടിച്ചിടിച്ച് കടന്നു ചെല്ലുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശക്തമായൊരു തീരുമാനത്തിലേക്ക് എത്തി. എൻ്റെ ജീവിതം ഇതല്ല, മറിച്ച് എൻ്റെ ആനന്ദം ദൈവവചനത്തിലാണ്. ഈ ഒരു ബോധ്യം കിട്ടി ചെറുപ്പക്കാരൻ പിന്നീട് ഗൾഫ് നാട്ടിൽ നിൽക്കാതെ നേരെ നാട്ടിലോട്ട് പോന്നു. നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പലച്ചൻ്റെ കൂടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും കൺവെൻഷനുകൾക്ക് പോകുമ്പോൾ പാട്ടുപുസ്തകം വിതരണം ചെയ്യാൻ, ആ കാലഘട്ടത്തിൽ വചനോത്സവം വിതരണം ചെയ്യാൻ ഈ ചെറുപ്പക്കാരനും ഈ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കൂടെ കൂടി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താ? വചനം വലിയൊരു സമ്പത്തായി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലോട്ട് കിട്ടി. ഡിവൈൻ ധ്യാന മന്ദിരത്തിലെ ബുക്ക് സ്റ്റാളിൽ നാളുകളോളം ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ബുക്ക് സ്റ്റാളിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. വചനത്തോടുള്ള അത്രമേലുള്ള ആഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് നോട്ട് ബുക്കിൽ വചനങ്ങൾ കുറിച്ചു വയ്ക്കും, വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയിൽ സംഭവിച്ച കാര്യം, കുടുംബത്തിലുള്ള എല്ലാവരും ഇദ്ദേഹത്തിന് എതിരായി. കാരണം കിട്ടിക്കൊണ്ടിരുന്ന വലിയ
ഒരു സോഴ്സ് നഷ്ടപ്പെട്ടു. ഇനി കറവ പശു ഇല്ല. ഇദ്ദേഹത്തിൽ നിന്നാണ് ഇവർ കറന്നുകൊണ്ടിരുന്നത്. ഇനി ഈ കുടുംബം മുമ്പോട്ട് പോകാൻ എന്ത് ചെയ്യും? കുടുംബത്തിൽ സാമ്പത്തിക മേഖലകൾ ഉള്ളവരാണ്. പക്ഷെ എങ്കിലും ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ കുടുംബത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ഈ ജോലി ഉപേക്ഷിച്ച് പോന്ന് നമ്മുടെ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ മുരുങ്ങൂരിൽ വന്ന് ഇദ്ദേഹം താമസിക്കുകയാണ്. ഇദ്ദേഹം ഈ ബുക്ക് സ്റ്റാളിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാർ മിണ്ടാണ്ടായി, ആരും തന്നെ കോണ്ടാക്റ്റ് ഇല്ല. വലിയ ഭാരം ഒരു വശത്ത്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചൊക്കെ നിൽക്കുന്നു. എന്നാൽ വചനത്തോടുള്ള ദാഹം. അങ്ങനെ ഇരിക്കുകയാണ്. ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കാതെ ഒരു വൈദികനായി കൂടെ? അപ്പം ഇദ്ദേഹം ചിന്തിച്ചു, കൊള്ളാമല്ലോ, ഒരു വൈദിക ജീവിതം. ഇദ്ദേഹം സ്വപ്നം കണ്ടു. അതിനുവേണ്ടി പ്രാർത്ഥനകൾ തുടർന്നു. അപ്പം ഇദ്ദേഹം ചിന്തിച്ചു, ഈ വചനം ശുശ്രൂഷ എനിക്ക് വിടാൻ പാടില്ല. വൈദിക ജീവിതമുണ്ടെങ്കിൽ എനിക്ക് വചനം പറയാൻ പറ്റണം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അങ്ങനെ വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഏത് സഭയിൽ ചേരണം. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായ ഒരു വഴി തെളിഞ്ഞു, വിൻസെൻഷൻ സഭ. കാരണം അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്ന ഡിവൈൻ മുരിങ്ങൂർ ധ്യാന മന്ദിരം തന്നെ വിൻസെൻഷൻ സഭയിൽ അച്ഛന്മാരുടെയാണ്. ബഹുമാനപ്പെട്ട പനക്കലച്ഛനും വല്ലൂരാൻ അച്ഛനും നായ്ക്കമ്പറമ്പിൽ അച്ഛനൊക്കെ ഇതാ വചനം പറയുന്നു, വചനത്തിൽ ജീവിക്കുന്നു. അതുപോലെ എനിക്കൊരു വൈദികനാകണം. പ്രിയപ്പെട്ടവരെ, വിൻസെൻഷൻ സഭയിലെ സെമിനാരിയിൽ ചേർന്നു. സെമിനാരിയിൽ ചേരുക മാത്രമല്ല, ഇദ്ദേഹം പ്രത്യേകിച്ച് പ്രായം കൂടുതലുണ്ടെന്ന് ഓർക്കണം. നല്ല പ്രായമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികളുടെ കൂടെയാണ് ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യൻ സെമിനാരിൽ ചേർന്നിരിക്കുന്നത്. ആദ്യമൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാവധാനം ഇദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങി. സെമിനാരി കാലഘട്ടത്തിൽ അനേക കുട്ടികൾക്ക് വലിയൊരു മാതൃകയായി മാറി, വചനം പഠിപ്പിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം ഒരു വൈദികനായി മാറി. ഇപ്പോൾ അദ്ദേഹം ശക്തമായ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന ഫാദർ ജെയിംസൺ തെക്കേക്കര. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഇദ്ദേഹം പട്ടം സ്വീകരിച്ചത് നിങ്ങളിരിക്കുന്ന ഈ പരിശുദ്ധമായ പോട്ടാശ്രമത്തിൽ 2005 ഈ അൾത്താറിൽ നിന്ന് വചനത്തിൽ അദ്ദേഹം ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഇത്രയും ശക്തമായിട്ട് പറയാൻ എന്താ കാരണം എന്നറിയോ? 10ാം ക്ലാസ്സിലെ ജീവിതം കഴിഞ്ഞ് സെമിനാരി ചേർന്ന്, വലിയ ബുദ്ധിയും ബോധമൊന്നും ഇല്ലല്ലോ. സെമിനാരി ചേരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു വലിയ മനുഷ്യൻ നിൽക്കുന്നു, എപ്പോഴും പള്ളിയിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കൂടെ സെമിനാരി ചേർന്ന് 12 വർഷങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അദ്ദേഹത്തെ തൊട്ടടുത്ത് ഞാൻ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. അദ്ദേഹം അന്നും ഇന്നും പറയുന്നൊരു കാര്യം, വചനം. സെമിനാരി കാലഘട്ടത്തിൽ ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പല പല വിഷയങ്ങൾ പഠിക്കണം. ഫിലോസഫിയിൽ നിരീശ്വരവാദങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ അദ്ദേഹം പറയും, എനിക്കിത് പഠിക്കണ്ട, എനിക്ക് പഠിക്കേണ്ടത് മുഴുവൻ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലെ ആ 12 കാസറ്റ് ഉണ്ടല്ലോ, എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ ഞാൻ കേട്ട് വളർന്നത് ബഹുമാനപ്പെട്ട പാപ്പച്ചൻ പള്ളത്ത് ബ്രദർ പറഞ്ഞ 12 പ്രസംഗങ്ങൾ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിഞ്ഞുകൂടാ, ഒരു നോട്ട് ബുക്കിൽ ആ പ്രസംഗങ്ങൾ മുഴുവൻ എഴുതിയത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം സെമിനാരി കാലഘട്ടത്തിൽ വളർച്ചയിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ഒരു അമൂല്യ സമ്പത്താണ്. ആ അർത്ഥം എന്തെന്നറിയോ? വചനം ഒരു സമ്പത്താണ്. വചനം കിട്ടിയാൽ നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറും. വിശ്വാസമുള്ളവർ വലതകര ഉയർത്തി ഒച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സങ്കീർത്തകൻ പറഞ്ഞത് അതാണ്. സങ്കീർത്തനം 119 വചനം 162. എന്താ വചനം പഠിപ്പിക്കുന്നത്? വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പോട്ടാശ്രമത്തിൽ നടക്കുന്നത് ഈ ശുശ്രൂഷയാണ്. എന്താണ്? വചനം. പല ശുശ്രൂഷ മേഖലയിലുള്ളവർ ഇവിടെ വന്ന് വചനത്തിൻ്റെ ഗീതങ്ങൾ പാടുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ വചനം ഒരു വിത്താണ്. ആ വിത്ത് ഇങ്ങനെ പൊട്ടി സാവധാനം, പുറമേ കാണാൻ പറ്റില്ലെങ്കിലും അതിങ്ങനെ താഴേക്ക്, ആ വചനത്തിൻ്റെ വിത്ത്, അതിൻ്റെ വേര് സാവധാനം ഇങ്ങനെ പൊട്ടി പൊട്ടി താഴത്തോട്ടിറങ്ങും. അതെത്രത്തോളം ആഴത്തിലിറങ്ങുന്നോ അത്രത്തോളം നിന്റെ ജീവിതത്തിന് ബലം കിട്ടും. ശ്രദ്ധിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വേര് നന്നായി പാകപ്പെടണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പറയട്ടെ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം എന്ന് പറഞ്ഞാൽ, വചനം ഇനി മുതൽ നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. വചനം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. നാവിൻ തുമ്പിൽ വചനം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ജോഷുവയുടെ പുസ്തകം
1-ാം അധ്യായം 8-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 8 തുറന്ന് വായിച്ചോ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. കണ്ടോ? അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, ന്യായപ്രമാണ ഗ്രന്ഥം. പറ ചേട്ടാ, അടുത്തിരിക്കുന്ന ആളോട് പറ, അത് പാവം ഉറങ്ങിപ്പോയി. അതിനോട് പറ, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കണമെന്ന്? വചനം ഉണ്ടായിരിക്കണം. നിന്റെ നാവില് വചനം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ നാവിൽ എന്താ ഉള്ളേ? പറ, ഇന്ന് നമ്മുടെ നാവിൽ എന്താ ഉള്ളേ? സത്യം പറ. അത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നതല്ലെന്ന്. ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ തൊട്ട് വായിന്ന് വീഴുമല്ലോ ചില വാക്കുകൾ, അല്ലേ? നമ്മുടെ വായിൽ എന്താ ഉള്ളത്? നമ്മുടെ നാവിൽ എന്താ ഉള്ളത്? വായിൽ നിന്ന് വീഴേണ്ടത് വചനമാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ശുശ്രൂഷകനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു. അപ്പം അദ്ദേഹം അരിശപ്പെട്ട് ആ ഫോൺ വിളിച്ച ആളോട് സംസാരിക്കുകയാണ്. അപ്പം ഈ ശുശ്രൂഷകൻ്റെ വായിൽ നിന്ന് വീഴുന്ന നല്ല നല്ല വാക്കുകൾ, എന്നെ രസാന്ന് പറയും. മാങ്ങാ തൊലി. ഞാൻ ചോദിച്ചു, അത് ഏത് വചനം? അതൊരു പുതിയ വചന. ഒന്ന് ഏതാണ്? മാങ്ങാ തൊലി. അത് കഴിഞ്ഞിട്ട് തേങ്ങാ കൊല. അപ്പം ഞാൻ ചോദിച്ചു, അത് വേറൊരു വചനമാണ്. വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നതാ. വീട്ടിൽ നിന്ന് എങ്ങാണ്ടാണ് എവിടുന്ന് ഒരു ഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ പറയും, മാങ്ങാ തൊലി, തേങ്ങാ കൊല. ഇങ്ങനെയുള്ള വാക്കുകൾ, അല്ലേ? നിങ്ങളപ്പോൾ ചിരിക്കും. എൻ്റെയൊക്കെ അവസ്ഥ ഇതാ. ശുശ്രൂഷയിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നതും ജീവിതത്തിൽ നമ്മൾ പറയുന്നതും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്ന്. ഇതില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ അവർ കളിയാക്കും, ഇല്ലേ? വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ കളിയാക്കുമെന്ന്. എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ ഏറ്റുവാങ്ങുന്നത്? അമ്മ പള്ളിയിൽ പോയിട്ട് ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് ഹല്ലേലൂയ സ്തുതിച്ചല്ലോ, ഇപ്പം എന്നാ അമ്മയുടെ വായിന്ന് വീഴുന്നേ? ഇത് കേൾക്കുമ്പോഴത്തേക്ക് നീ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അതല്ലല്ലോ ഉത്തരം. മാങ്ങാത്തൊലി, തേങ്ങാക്കൊല, അതല്ലെന്ന്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ജോഷുവയോട് കൃത്യമായിട്ട് ദൈവത്തിൻ്റെ സന്ദേശം പറഞ്ഞു കൊടുക്കുന്നത്. ന്യായപ്രമാണ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വചനം നിന്റെ നാവിൻ തുമ്പിലുണ്ടായിരിക്കണം, വചനം നിന്റെ അധരത്തിലുണ്ടായിരിക്കണം, വചനം നീ പറയണം. അല്ലാതെ ഉള്ളിലുണ്ടെന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ചിലരെ കണ്ടിട്ടുണ്ട്, ഒക്കെ എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. ഉള്ളിൽ എന്തുണ്ടോ അത് നിന്റെ നാവിലൂടെ നീ പറയണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, വചനം നീ പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതൊരു ശുശ്രൂഷയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. വചനം നമ്മൾ പറയും തോറും, അതുകൊണ്ടാണ് അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. വചനം നമ്മൾ പറയും തോറും നമ്മുടെ ജീവിതത്തിൽ ഈ വചനം അങ്ങ് ബലപ്പെടാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന്, മുമ്പോട്ട് എങ്ങനെ ചലിക്കണമെന്ന് നമ്മളെ കൃത്യമായിട്ട് ഈ വചനം പഠിപ്പിക്കാൻ തുടങ്ങും. ശ്രദ്ധിപ്പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ക്രിസ്ത്യാനിക്കുള്ള വലിയൊരു കൃപയെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എൻ്റെ പ്രിയരെ, വചനം വായിക്കാൻ, വചനം ധ്യാനിക്കാൻ, വചനം പാലിക്കാനുള്ള വലിയൊരു തീരുമാനം. ഒരുപക്ഷെ ഈ ശുശ്രൂഷ സമയത്ത് ചിലർ നാളുകളായി വചനം തുറക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ തീരുമാനങ്ങൾ എടുക്കണം. ഒരുപക്ഷെ ചില സമയങ്ങളിൽ വചനം വായിക്കാൻ വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയവരുണ്ട്. വചനം ജീവിതത്തിൽ തുറക്കാത്തവരുണ്ട്. ശ്രദ്ധിച്ചോ, വചനം വായിക്കാൻ, ധ്യാനിക്കാൻ, നിന്റെ അധരത്തിൽ അത് പറയാനുള്ള തീരുമാനം, വചനത്തിൽ വസിക്കാനുള്ള തീരുമാനം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് എല്ലാ ദൈവജനവും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് നാവ് തുറന്നൊന്ന് പറഞ്ഞ് ഈശോയെന്നൊന്ന് വിളിച്ച് ദൈവത്തിന്റെ ശക്തി ഓരോ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്കും അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറ്റട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവേ, ശുശ്രൂഷ സമയത്ത് വചനത്തോടുള്ള ദാഹം നൽകണമേ. ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ.
നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ അതിശക്തമായ കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാരാധനയുടെ സമയമാണ്. അത്ഭുതകരമായ രോഗശാന്തികൾ, വിടുതലുകൾ സംഭവിക്കുന്ന സമയം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, ദൂരങ്ങളിലായിരിക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം. സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ചൊരിയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റട്ടെ. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. മാലാഖമാരോട് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നന്നായിട്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന സമയം, ദൈവിക ശക്തി വെളിപ്പെടുന്ന സമയം. ആഗ്രഹിച്ച് ചേർന്ന് 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 കൈയടിച്ചോ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ. നന്നായിട്ട് കൈയടിച്ചേ. ശരീരത്തെ സമർപ്പിച്ച്, മനസ്സിനെ സമർപ്പിച്ച്, ആത്മാവിനെ സമർപ്പിച്ച്. ഓ കർത്താവേ, ഇതാ ഈ ശുശ്രൂഷ സമയത്ത് കോടാനുകോടി ജനതയോട് ചേർന്ന് സ്തുതിക്കുന്നു. നന്നായിട്ട് കൈയടിച്ച പോരാ. ആമേൻ. ശക്തിയോടെ. ആമേൻ, ആമേൻ. എങ്ങനെ സ്തുതിച്ചു പാട്. ആമേൻ. സ്തുതിച്ചു പാട്. പാടാം. സ്തുതിച്ചു പാട്. അത്ഭുതം കാണും. എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവകൃപയാൽ ഇന്നും നിറഞ്ഞിടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൈയടിച്ചേ. നന്നായിട്ട് കൈയടിച്ചേ. എല്ലാവരും ശക്തിയോടെ മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുവാണ്. നീ ഒറ്റയ്ക്കല്ല. കോടാനുകോടി ജനതയുടെ പ്രാർത്ഥനകളുണ്ട്. നിനക്ക് ചുറ്റുമുള്ള ദൈവജനത്തിന്റെ കൂടാരത്തിന്റെ പ്രാർത്ഥന, ഇന്നോളം ഇവിടെ ഉയർത്തപ്പെട്ട ദൈവകാരുണ്യത്തിന്റെ കൃപ ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടുകയാണ്. ഇപ്പോൾ ലോകത്തെവിടെയെല്ലാം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർന്ന് കൈയടിക്കട്ടെ. വിശ്വസിച്ച് കൈയടിച്ചോ. നന്നായിട്ട് കൈയടിച്ചോ. ശക്തിയോടെ. ആമേൻ. കൈകൾ താഴ്ത്തി കൈയടിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചരിഞ്ഞ് കൈയടിച്ചേ. യെസ്, പോരാ. ശക്തിയോടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ മേൽ സന്തോഷത്തിന്റെ കൃപ നിറയട്ടെ. ആഗ്രഹിച്ച് നിന്റെ കുടുംബത്തിൽ നീ ഇന്ന് അത്ഭുതം കരമടിച്ചു പാട്.
ദൈവനാമത്തെ. നിന്റെ ശത്രുകരങ്ങൾ നിന്നെ പ്രഹരിക്കില്ല. ആമേൻ. സംഭവിക്കട്ടെ. ആമേൻ ആമേൻ. സഹിച്ചുപാട് നീ ദൈവനാമത്തിൽ. നിന്റെ ജോലിയിൽ നീ ഇന്ന് അത്ഭുതം കാണും. ജോലിയിൽ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചുപാട്. ഞാൻ ദൈവകൃപയാൽ ഇന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ. നിന്നെ സ്തുതിച്ചുപാടി. ഞാൻ ദൈവകൃപയാൽ ഇന്നും നിറഞ്ഞിടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വലിയ അഭിഷേകം ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്ത് മാറ്റട്ടെ. ആരാധന. സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന.